എന്താണ് സാസ്? നിങ്ങളൊരു ഉണ്ടാക്കുന്ന ടൂൾ സാസ് പ്രൊഡക്റ്റ് ആണല്ലോ. അപ്പൊ എന്തുകൊണ്ടാണ് സാസ് എന്ന് പറയുന്നത്? ഓക്കെ, സാസ് ബൈ ഡെഫിനിഷൻ സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് എന്നാണ്. അപ്പം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ട്രഡീഷണൽ സോഫ്റ്റ്വെയർ, പണ്ടൊക്കെ നമ്മൾ യൂസ് ചെയ്ത സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഡൗൺലോഡ് ചെയ്തിട്ട് കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ച് അത് കാശ് കൊടുത്ത് വാങ്ങുകയാണെങ്കിൽ അതൊരു വൺ ടൈം ഫീ കൊടുത്തിട്ട് നമ്മളൊരു ബൈ ചെയ്ത് നമ്മൾ പിന്നെ അത് ലൈഫ് ടൈം നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളൊരു സംഭവമായിരുന്നു കോൺസെപ്റ്റ്. അപ്പം അത് സാസ് എന്ന് പറഞ്ഞാൽ റിലേറ്റീവ്ലി നമ്മുടെ ടൈമിലൊക്കെ ആ ഒരു ടൈമിൽ ഒരു ഫ്രഷ് കോൺസെപ്റ്റ് ആയിരുന്നു. അപ്പം അതിൽ മന്ത്ലി ഫീ ഓർ ഒരു ഫുൾ ടൈം കോൺട്രാക്ട് ഓർ വൺ ടൈം ബൈ അല്ലാതെ നമുക്ക് ഉപയോഗിക്കുന്നതിനനുസരിച്ച് കാശ് കൊടുക്കാം, അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജ് ആ ഒരു കോൺസെപ്റ്റാണ് സാസ് എന്ന് പറഞ്ഞാൽ. അതിൽ ഫസ്റ്റ് ഒരു സാസ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സെയിൽസ് ഫോഴ്സ് ആയിരിക്കാം. അപ്പം അതിൻ്റെ മുമ്പേ ഒരു ബിഗ് കോൺട്രാക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു വൺ ടൈം ഒരു വലിയൊരു എമൗണ്ട് കൊടുത്തിട്ടാണ് ആൾക്കാർ സോഫ്റ്റ്വെയർ വാങ്ങിക്കൊണ്ടിരുന്നത്. പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്നതനുസരിച്ച് ചെറിയൊരു എമൗണ്ട് വെച്ചിട്ട് കൊടുത്തിട്ട് വാങ്ങാം എന്നുള്ളൊരു കോൺസെപ്റ്റ് വന്നത് സാസ് വെച്ചിട്ടാണ്. അപ്പം അത് നല്ലൊരു കോൺസെപ്റ്റായി തോന്നി. അത് ആൾക്കാർക്ക് ഒരു വലിയ എമൗണ്ട് ആദ്യം സ്പെൻഡ് ചെയ്യണമെന്നില്ല. പിന്നെ അതുപോലെ നമുക്കാണെങ്കിലും ഒരു ആസ് എ ഡെവലപ്പർ അല്ലെങ്കിൽ ഒരു ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ സാസ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രെഡിക്റ്റബിൾ റവന്യൂ ആണ്. കറക്റ്റ്. ഇപ്പം ഇത്ര ആൾക്കാർ നമ്മളെ പ്രൊഡക്റ്റ് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന മാസം ഇത്ര എമൗണ്ട് വരും എന്നുള്ളൊരു കറക്റ്റ് എമൗണ്ട് ഒരു ഇതുണ്ട്. മറ്റൊരു വൺ ടൈം ബൈ എന്ന് പറഞ്ഞാൽ ഒരു മാസം ചിലപ്പം ഒരു 10, 20 അല്ലെങ്കിൽ ഒരു 100 ആൾക്കാർ വാങ്ങുന്ന പറഞ്ഞാൽ നമുക്ക് നല്ലൊരു എമൗണ്ട് കിട്ടുമായിരിക്കും. പക്ഷെ അടുത്ത മാസം ചിലപ്പോൾ അവരുണ്ടായിക്കോണമെന്നില്ല. പക്ഷെ ഇത് റിക്കറിങ് ഒരു കണ്ടിന്യൂസ് റവന്യൂ, ഒരു പ്രഡിക്റ്റബിൾ റവന്യൂ എന്ന് പറഞ്ഞാൽ നമുക്കത് ഡെഫിനറ്റ്ലി ആസ് എ ക്രിയേറ്റർ നല്ലൊരു ബിസിനസ് മോഡലാണ്. അത് യൂസേഴ്സിനും നല്ല കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് സാസ് റെവല്യൂഷൻ നന്നായിട്ട് ഹിറ്റായി. പണ്ട് മുതലുള്ള ആ ഒരു ട്രഡീഷണൽ വൺ ടൈം ബൈ എന്നുള്ളത് മാറിയിട്ട് സാസിലേക്ക് നന്നായിട്ട് വന്നിരുന്നു ആ ഒരു ടൈമിൽ. അപ്പോൾ കളക്ട് ചാറ്റ് പിന്നെ സാസിലേക്കാണ് പോകുന്നത്. അതെ, നമ്മൾ ആ ടൈമിൽ ആ ഒരു ബിസിനസ് മോഡൽ നല്ല ഒരു. പിന്നെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയിട്ടുള്ളത്, ഞാൻ കോളേജ് പഠിക്കുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങളുടെ ബ്ലോഗ്സ് ഒക്കെ കണ്ടിട്ടാണ് കൂടുതൽ അറിയുന്നത്. അപ്പോൾ ഒരു ബ്ലോഗ് ചെയ്തിട്ടുണ്ട്, ബൂട്ട് സ്ട്രാപ്പിംഗ് ടു സക്സസ്, ഹൗ ടു റീച്ച് $10,000 മന്ത്ലി എന്ന് വെച്ചാൽ 7-8 ലക്ഷം ഇൻ മന്ത്ലി ഇൻ 1 year. അതൊരു വലിയ അച്ചീവ്മെന്റ് ആണ്. ലൈക്ക് ഇറ്റ്സ് വെരി ഹാർഡ് ടു ഗെറ്റ് ദർ. അപ്പോൾ അത് എങ്ങനെയായിരുന്നു, ലൈക്ക് ആ ബ്ലോഗ് എഴുതാനുള്ള കാരണം കൂടി? ഓക്കെ, ബ്ലോഗ് എഴുതുന്നത് കുറച്ച് കഴിഞ്ഞിട്ടാണ്, നമ്മളൊരു സക്സസ് സ്റ്റേജ് എത്തിയപ്പോഴാണ്. അപ്പം അത് ആൾക്കാർക്ക് നമ്മൾ റിലേറ്റബിൾ ആണ്, കുറച്ച് ഇൻസ്പയർ ചെയ്യാം എന്നുള്ള ഇതിലാണ് ബ്ലോഗ് എഴുതുന്നത്. ഫസ്റ്റ് 1 year കൊണ്ട് 10K MRR, $10,000 എന്ന് പറഞ്ഞത് നമ്മൾ ഒരിക്കലും അച്ചീവ് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചത്. ഞാൻ ജോബ് ക്വിറ്റ് ചെയ്യുന്ന ടൈമിൽ എൻ്റെ ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഒരു $1,000 പെർ മന്ത് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ജോബ് ക്വിറ്റ് ചെയ്യും, ആ ഒരു രീതിയിലായിരുന്നു. ഓക്കെ, അപ്പം അത് നമുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണോ 10,000 എത്തിയത്, അല്ലെങ്കിൽ ജോബ് ചെയ്യുന്നതോടൊപ്പം തന്നെയായിരുന്നു ആ ടൈമിൽ എന്ന് പറയാം? ആ ഒരു കോയിൻസൈഡിങ് ആയിരുന്നു. നമുക്ക് വേണമെങ്കിൽ ആ ജോബ് കണ്ടിന്യൂ ചെയ്യാം എന്നുള്ള സ്റ്റേജ് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് കുറച്ച് റവന്യൂ കിട്ടിയപ്പോഴാണ് ഒരു കോൺഫിഡൻസ് വന്നത്. അപ്പോൾ അന്നത്തെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 1K ആയിരുന്നു. പക്ഷെ അത് നമ്മൾ 1 yearന്റെ ലെസ് ദാൻ 1 year ആണ് നമുക്ക് 10K MRR എന്നുള്ള മന്ത്ലി റിക്കറിങ് റവന്യൂ MRR എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് അച്ചീവ് ചെയ്യാൻ പറ്റി.